എവിടെ പോവാ? എവിടെ പോവാ? പോയി ഹെൽമെറ്റ് എടുത്തോണ്ടി സ്റ്റൈല് കാണിക്കാൻ നടക്കുന്ന എല്ലാം ഉണ്ട്. ഹെൽമെറ്റ് ഇതില്ല, എവിടെങ്കിലും മറിഞ്ഞു വീഴുമ്പോൾ ഗുണം കിട്ടും. 1000 രൂപ പെറ്റിയാ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ. കമ്പളത്ത് വരെ കട വരെ വേഷം നോക്കൂലി ആണോ ഇല്ലടാ നിനക്ക് ഈ വേഷം ഇട്ടോ? പോയി വേഷം വേറെ നോക്ക നാണോ വന്നില്ല ഒരു പെണ്ണിനെ കൊണ്ട് പോകാൻ. നിനക്കൊരു നാണോ ഇല്ലടാ? ഡ്രസ് ഇട്ടിട്ടില്ലേ? ഉണ്ടോ? ചന്തി വരെ കാണാം. പോയി എടി പെണ്ണെ പോയി വേഷം പോയി വേഷം വരെ നല്ല ഉണ്ടല്ലോ നിനക്ക്. നാണോ ഇല്ലോടെ നിനക്ക് അവിടെ? കുഴപ്പമൊക്കെ ബാക്കി നാട്ടുകാരെ അറിയിക്കണ്ട. നാട്ടുകാരെ അറിയിക്കണ്ട. വേഷം കെട്ടിയിരിക്കുന്നു കൊണ്ടുപോവാ ജന്തുക്കള്. നീ എന്റെ പുറകെ എങ്ങനെ കേറി ഇതും വെച്ചോണ്ട് ശരി കേറ് കേറ്. നാണാമാനോ ഇല്ലടി, നാണാമാനോ ഞാനറിയുന്ന മമ്മി. ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല. ഇങ്ങനെ കൈ പൊക്കിയേ പൊക്കിയേ പൊക്കി പൊക്കടി കൈ പൊക്കടി കൈ പൊക്കടി കൈ പൊക്കടി കൈ പൊക്കടി കൈ പൊക്കടി പൊക്കടി കൈ നോക്കടി. നീ കൈ നോക്ക്. ഞാൻ നാണമില്ലല്ലോ അടി. ഇത് ആരെ കാണിക്കാനാടി? അല്ല ആരെ കാണിക്കാനാ? അല്ല ഒന്നാമത് ഇതെന്തിനാടി ഇങ്ങനെ വെട്ടിക്കീറിയിട്ടേക്കുന്നേ? അല്ല ഇങ്ങനെ പൊക്കുമ്പോ ആണുങ്ങളെ അതെങ്കിൽ ഇത്രേ ഉള്ളു. ഇത് ഇങ്ങനെ കിടക്കുക. ഇതോ ഇതോ എടി നീ ആരെയായി കാണിക്കാൻ പോന്നേ? ആരെയായി കാണിക്കാൻ പോന്നേ? അവനവന്റെ വീട്ടിലുള്ളവർ കണ്ടാ പോരെ? ഇത് നാട്ടുകാരെ കാണിക്കണം. ഇവിടെ വെട്ടിക്കീറിട്ടേക്കുന്നേ കണ്ടാ കാണിക്കണോ? നിന്റെ വയറ് കാണിക്കാനാ നടക്കുന്നേ? ഈ ഡ്രസ്സ് മമ്മി പറഞ്ഞ വീട്ടിൽ ഡ്രസ്സ് മാറിയിട്ട് വരുന്നെങ്കിൽ മതി, വന്നാൽ മതി, അല്ലെങ്കിൽ ഇല്ല. ഞാനും വരുന്നില്ല. മതി മതി സാരി എടുത്താൽ മതി. സത്യം ഇത് പലപ്പോഴും ഈ ബസ്സിലൊക്കെ കയറി പെണ്ണുങ്ങൾ ഇരിക്കുവാണെങ്കിലേ ചന്തി മാത്രമല്ല ഈ സൈഡ് മൊത്തം വെട്ടിക്കീറിയിട്ടേക്കുക. എന്നപ്പോ ഈ ഡ്രസ്സ് ഇടണ്ടല്ലേ, ബ്ലൗസ് മാത്രം ഇട്ടോണ്ട് പോയാ പോരെ? ഞാൻ കണ്ടില്ല. ഇവിടെ വന്നപ്പോ എനിക്ക് വൃത്തിയായിട്ടാ തോന്നിയേ. സൈഡ് കയറി ഇരിക്കുന്നത് ഞാൻ അറിയുന്നു. അതിന് പരിപാടി എന്റെ ദൈവമേ, ഓരോ ഫാഷൻ. അവനവന്റെ കെട്ടിയവന്മാരെ കാണിച്ചാ പോരെ? ഞാൻ കണ്ടോളാം, മതിയാവോളാം. നാട്ടുകാരെ കൂടെ കാണിക്കണ്ട. നമ്മുടെ വീട്ടിലുള്ളവര് ഓഹോ കഷ്ടമാ കാര്യം, കഷ്ടം. വീട്ടിലുള്ളവര് പറയുന്ന കേൾക്കുമല്ല, എന്നാലും നാട്ടുകാർ പിന്നെ പറയത്തില്ല അവർക്ക് എന്താ വേണ്ടല്ലോ. അല്ലെങ്കിൽ നാട്ടുകാരാണെന്നാലും ഇപ്പൊ നാട്ടുകാർ എല്ലാരും ഇങ്ങനെ തന്നെ. എനിക്കിതൊന്നും ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. ഇഷ്ടമല്ല. ഒരു സൈഡും വെട്ടിക്കീറി. എന്തിനാ ഈ സൈഡ് വെട്ടിക്കീറിയിടുന്നേ? പണ്ടൊക്കെ ആണെങ്കിൽ ഷാൽവാറും കമ്മീഷൻ കണ്ടാന്ന് പറയുന്നത്. അതിന് ഇവിടെ മുതലും കണ്ടേ കീറുമായിരുന്നു. താഴെ വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം വെട്ടി 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 ഇവിടെ വരെ വെട്ടിക്കയറ്റി വെച്ചേക്കും. എല്ലാവർക്കും കയറുക എന്നാ അത് ശരിയാ പറയാനെന്ന് വിചാരിക്കും. നാണം കെട്ട സമൂഹമാ മനുഷ്യര്. വെട്ടിക്കീറിയിട്ടുണ്ട് നടക്കുക. അവനവന്റെ വയറും അവനവന്റെ അരയും കാണിച്ചുകൊണ്ട് നടക്കണം നിർബന്ധം. ഒന്നും പറയത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് രസമാണ്. നമ്മുടെ വീട്ടിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടാണ് ഈ പറയുന്നത്. കേരളത്തിന്റെ തനതായ വേഷത്തിൽ നടക്കണം. സാരി എങ്കിൽ സാരി, അവനവന്റെ മാനവും മാറിടവും മറച്ച് നടക്കണം. സാരി ആയാലും ചുരിദാറായാലും എന്തായാലും നമുക്കൊരു സംസ്കാരമുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ ചിലപ്പോൾ ഇതെല്ലാം ഇട്ടുകൊണ്ട് നടക്കുന്നത് കാണും, ശരിയാ. പക്ഷെ നമ്മുടെ ഒരു സംസ്കാരത്തിനനുസരിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. അല്ല നമ്മുടെ പിന്നാമ്പുറം കാണിച്ചുകൊണ്ടല്ലേ നടക്കേണ്ടി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എങ്ങനെയുണ്ട്? ന്യായം. വാ മോള് വാ. നീ എന്റെ ഭാര്യയായ അപ്പുറത്തെ അല്ല, നാട്ടുകാരെ അല്ല ആയിരുന്നു പറഞ്ഞപ്പോ അന്തസ്സായിട്ട് മാറിയപ്പം അന്തസ്സായിട്ടിരിക്കുന്നു. ഇപ്പൊ ചന്തിയും കാണിച്ച് മേരെ കീറി അടിച്ച്